ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തിയോട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വാഭാവികമായിട്ട് പറയുമല്ലോ. അപ്പം ഇതെല്ലാം കേട്ട് നിന്ന് ചന്ദ്രമതിക്കാകെ കലിവരികയാണ്. അപ്പം അനിയത്തി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അടുത്ത് മെക്കിട്ട് കയറുകയാണ്. നീ എന്തിനാടി വീട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവനും നിന്റെ വീട്ടുകാരോട് പറയാനായിട്ട് പോയത്? നിന്റെ അനിയത്തിനോട് നീ എന്തിനാ പറഞ്ഞത്? അയ്യോ അമ്മ, അത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ചോദിച്ചപ്പോൾ ജസ്റ്റ് ഇവിടെ നടന്ന കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. നിന്റെ അനിയത്തിനെയും നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് എനിക്ക് മനസ്സിലായി. അയ്യോ, പൂ കൊണ്ടുവരുക എന്ന പേരിൽ നിന്റെ അനിയത്തി ഇവിടെ വന്നു പോകുന്നുണ്ടല്ലോ മിക്കപ്പോഴും. എൻ്റെ മോനെ വളച്ചെടുക്കാൻ വേണ്ടിയല്ലേ നിന്റെ അനിയത്തി വരുന്നത്? അതെ അമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു കുട്ടിയല്ല അവള്. പിന്നെ എങ്ങനത്തെ ഒരു കുട്ടിയല്ലെന്ന് മനസ്സിലായി. നിന്റെ അല്ല അനിയത്തി. അപ്പം ഇതിനപ്പുറവും ചെയ്തു കൊട്ടും. അല്ല, ഞാൻ ആലോചിക്കുകയാണ് രേവതി, നിന്റെ അച്ഛനെ ഭയങ്കര ബുദ്ധിശാലിയാണ്. സച്ചിൻ്റെ അച്ഛനെ നന്നായിട്ട് തന്നെ അറിയായിരുന്നു നിന്റെ അച്ഛന്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളി കളിച്ചത്. എൻ്റെ ഭർത്താവ് ഓടിക്കുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് നിന്റെ അച്ഛൻ വന്ന് ചാടി മരണപ്പെട്ടു. ആ സമയത്ത് നിന്റെ പേരാണ് വിളിച്ച് കരഞ്ഞ് മരണപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പം എന്തായി? നീതേ ഈ കുടുംബത്തായി. നിന്റെ അച്ഛന് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു നിലയിലല്ലേ നീ വന്ന് കയറിയത്. ഇതും മനഃപൂർവ്വമാണ്. നിന്റെ അച്ഛനെ പോലെ തന്നെ കുടിലബുദ്ധിക്കാരിയാണ് നീയും. നിന്റെ അച്ഛൻ പെരുങ്കള്ളനാണ്, മഹാകള്ളൻ. പെൺമക്കളെ കെട്ടിച്ച് വിടാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അയാൾ ഇങ്ങനൊരു വഴി ചെയ്തു. മനഃപൂർവ്വം ചെയ്താണ്. അങ്ങനെ രേവതിയുടെ അച്ഛനെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സഹിച്ചില്ല. അമ്മേ വേണ്ടമ്മേ, വേണ്ടെന്നോ? ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അമ്മേ, എൻ്റെ അച്ഛനെ പറഞ്ഞ് ഞാൻ സഹിക്കില്ല. എന്നെ പറഞ്ഞോ ഞാൻ സഹിക്കും. എൻ്റെ അനിയത്തിയെ പറഞ്ഞോ ചിലപ്പോൾ ഞാൻ അത് കേട്ട് നിൽക്കും. പക്ഷേ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലെയാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. പിന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നീ കൂടുതൽ പറയാനൊന്നും നിൽക്കേണ്ട രേവതി. എനിക്ക് മനസ്സിലായി, നിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇപ്പം ഇടയായിട്ട് എന്നോട് ചാടിക്കറുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇനി വേണ്ട രേവതി. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇനി അഥവാ എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ പൊയ്ക്കോ. നിന്റെ അമ്മ വീട്ടിലേക്ക് തന്നെ നീ പൊയ്ക്കോ. നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് കേട്ട രേവതിയാണെങ്കിൽ അതിന് നിങ്ങളുടെ അനുഭവത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അയ്യോ, നിന്റെ ഭർത്താവ് എവിടെ നിന്ന് വന്ന് നിന്റെ ഭർത്താവ്? അല്ല, കുറച്ചു ദിവസം മുമ്പ് വരെ നിന്റെ ഭർത്താവ് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവൻ്റെ കാറെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം നീയാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റങ്ങളും നിന്റെ മേൽ ചുവത്തുമായിരുന്നല്ലോ രേവതി. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സ്നേഹം കാണിച്ചെന്ന് വിചാരിച്ച് എല്ലാ സ്നേഹവും കൂടി നിനക്ക് കൂട്ടിത്തരുമെന്നോ? ഒരിക്കലും ഇല്ല. നിന്റെ ഭർത്താവൊക്കെ നിന്നൊരു പുല്ല് വില പോലുമാണ്. നിന്റെ താലി എപ്പോൾ പൊട്ടോന്ന് പോലും ചിന്തിക്കാനായിട്ട് പറ്റില്ല രേവതി. അതുകൊണ്ട് മോൾ ഇവിടെ കിടന്ന് കൂടുതൽ നെകളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം. അത് നീ ഒന്ന് ചിന്തിക്കണ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഈ ചന്ദ്രമതി ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റിയില്ല. രേവതിയാണെങ്കിൽ അമ്മ നിർത്തമ്മേ, എൻ്റെ ഭർത്താവ് അങ്ങനെ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറി. എൻ്റെ ഭർത്താവ് ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. നമുക്ക് കണ്ടറിയാം. നീയായേ ശ്രുതിയെയും അതേപോലെ തന്നെ ശ്രുതിയെയും കണ്ടുപിടിക്കുക. അവരാണ് ശരിക്കുള്ള ഭാര്യയും ഭർത്താക്കന്മാർ. അവരുടെ സ്നേഹം കണ്ടില്ലേ? അതൊക്കെ നിനക്ക് കണ്ട് അസൂയപ്പെടാനേ വിധിയുള്ള രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ള അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രേവതി ഭയങ്കര കരച്ചിലടുക്കളയെന്ന്. കാരണം അടുക്കള ജോലിയും ചെയ്യണം, എല്ലാ ജോലിയും ചെയ്യണം, അമ്മായിയമ്മയുടെ വഴക്കും കേൾക്കണം, എന്തൊക്കെ സഹിക്കണം. അങ്ങനെ നമ്മുടെ രേവതി നേരെ റൂമിൽ പോയിരിക്കണം. റൂമിൽ പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. സച്ചിനാണെങ്കിൽ അവിടെ ഇല്ലേതാനും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കണം. കാരണം രേവതി കുടുംബത്തിലെ ജോലി മുഴുവനും ചെയ്ത് എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ടാണ് രേവതി ഒന്ന് പോയി റൂമിൽ പോയി വിശ്രമിക്കുന്നത്. ആ സമയത്ത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വിളമ്പി നിരത്തി വെച്ചിട്ട് ഈ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും സുധിയും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ പോലും ചന്ദ്ര വിളിക്കാനായിട്ട് ഒരുങ്ങിയില്ല. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ഏതായാലും
വരട്ടെ, സച്ചിയേട്ടൻ വരട്ടെ, അതിന് ശേഷം ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോൾ രേവതിക്ക് ഭയങ്കര ശരീരവേദനയാണ്. കാരണം ഈ അമ്മായിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കണം, മനസ്സും ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ വേദനിച്ച് നമ്മുടെ രേവതിക്ക് ആകെ വയ്യാതെയായി, നന്നായിട്ട് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് സച്ചിൻ്റെ വരവ്. അപ്പോൾ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സച്ചി ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ സച്ചിയും ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. മുകളിലേക്ക് കയറി ചെന്ന് റൂം തുറന്നു നോക്കിയപ്പോൾ രേവതി കിടക്കുന്നു. രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. രേവതി ആണെങ്കിൽ കിടന്ന് ഭയങ്കര വിറയൽ. ദൈവമേ, ഇതെന്തു പറ്റി രേവതി? അങ്ങനെ രേവതിയുടെ നെറ്റി തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചുട്ടു പൊള്ളുകയാണ്, ഭയങ്കര പനി. ആ പാവൻ രേവതി അവിടെ കിടന്ന് പനിച്ച് വിറച്ചിട്ട് പോലും ഈ മരണങ്ങൾ നോക്കുന്ന പോലുമില്ല. രേവതിക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല. എത്ര ദുഷ്ടത്തെയാണ് അല്ലെങ്കിൽ എത്ര സാധനമാണെന്ന് പറഞ്ഞാലും ഒരാപത്ത് സമയത്ത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണല്ലോ മനുഷ്യത്വം. അതുപോലും ഉണ്ടായില്ല. സച്ചിക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അത് സഹിക്കാമില്ല. അപ്പോൾ സച്ചിനാണെങ്കിൽ രേവതി രേവതി എന്ന് പറയാം, എനിക്ക് വയ്യ സച്ചിയേട്ടാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് കലി വരികയാണ്. സച്ചി നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കല്ലേ. സച്ചി നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഭയങ്കര അവരെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ മേശയിലിട്ട് ഒറ്റ അടിയാണ്. എന്താടാ വേണ്ടത്? ആ രേവതി, പാവൻ രേവതി അവിടെ കിടന്ന് പനിച്ച് വിറച്ച് കിടക്കുന്നു. എന്നിട്ട് എല്ലാം കൂടി ഇവിടെ കിടന്ന് വെട്ടി വിഴുങ്ങിയാണല്ലേ. അവളെ ഒന്ന് വിളിക്കാനോ അവളെ ഒന്ന് നിങ്ങൾക്ക് നോക്കാനോ സമയം കിട്ടിയില്ലല്ലേ. നിങ്ങൾക്ക് മനുഷ്യ സ്ത്രീയാണോ? അമ്മയ്ക്ക് പോലും ഒന്ന് ചിന്തിച്ചൂടെ? അവൾക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കും, ഞങ്ങളെന്താണ് ഈ ഭക്ഷണങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ്? അവളല്ലേ. നിങ്ങളുടെ കൈയൊന്നും ഇല്ലല്ലോ ഇതില്. നിങ്ങൾ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കും, പക്ഷേ അവളെല്ലാം വെച്ച് വിളമ്പി തരുന്നു. ആ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ ഒരു പാവപ്പെട്ട പെണ്ണ് അവിടെ പട്ടിണി കിടന്ന് പനിച്ച് വിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വെട്ടി വിഴുങ്ങാനായിട്ട് തോന്നി? അങ്ങനെ നമ്മുടെ സച്ചിങ്ങനെ വായി തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയാണ്. അങ്ങനെ സച്ചി നേരെ ഈ ശ്രുതിയുടെ അടുത്ത് ചെല്ലുകയാണ്. നിങ്ങളും ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിൻ്റെ വേദന പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രേവതിയെ പോലെ തന്നെയല്ലേ നിങ്ങളും കയറി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എങ്ങനെ നിങ്ങൾക്കിത് തോന്നി? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കാരണം കുടുംബത്തിൽ പിറന്നത്. എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവമൊക്കെ, പക്ഷേ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ താനും നിറം ഇവിടെ എല്ലാവരും മനസ്സിലാക്കൂ. മനസ്സിലായല്ലോ പറഞ്ഞത്? ഒരു ഏട്ടത്തി വന്നിരിക്കുന്നു. ഇതാണോ സ്നേഹം? കൂടപ്പറപ്പുകൾ തമ്മിൽ സ്നേഹം കാണിക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഈ ശ്രുതിയെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രയ്ക്ക് ദേഷ്യം. അഭിചന്ദ്രനെ നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് ശ്രുതിയുടെ മെക്കെട്ട് കയറുന്നതോ? നിങ്ങൾക്കറിയില്ല കാര്യങ്ങളൊന്നും. ഇനി മേല ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വരരുത്. ഈ വീട്ടിലെ ചെലവ് മുഴുവൻ നടത്തുന്നതേ അത് ഞാനാണ്. ഇനി നോക്കാം, നിങ്ങളുടെ മൂത്ത മകനോട് പറ എന്ത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതേപോലെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പൊളിച്ചടുക്കിയിട്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട സച്ചിയേട്ടൻ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പോയല്ലേ മതിയാവുള്ളൂ. പോയില്ലെങ്കിൽ അങ്ങനെ ശരിയാകുന്നത്? പോകാം. അങ്ങനെ ഏതായാലും ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് അടുക്കളയിൽ പോയി സച്ചി കഞ്ഞിയൊക്കെ എടുത്തിട്ട് വന്ന് നേരെ രേവതിയുടെ തൊട്ടിരുന്നിട്ട് കഞ്ഞി കോരി കൊടുക്കുകയാണ്. സാരമില്ല, ഞാൻ കോരി കുടിച്ചോളാം. വേണ്ട, നിനക്ക് വയ്യല്ലോ, ഞാൻ കോരിത്തരാം. അപ്പോൾ സച്ചിയുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. ഒരുപാട് സന്തോഷം തോന്നി. കാരണം തൻ്റെ ഭർത്താവ് തന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. സുധിയെ പോലെയല്ല, സുധി കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കാലും പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ സച്ചിയുടെ ആ സ്നേഹം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അതിയായ സന്തോഷം തോന്നുകയാണ്. എനിക്കിപ്പോൾ പകുതി ആശ്വാസമുണ്ട്, എനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സച്ചി ടാബ്ലറ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. രേവതി ആ ടാബ്ലറ്റും കഴിക്കണം. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ രേവതി അമ്മയെയും അതേപോലെ തന്നെ അനിയത്തിയെയും വിളിക്കുകയാണ്. മോളെ അമ്പലത്തിൽ ചെല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ ഇവർ അമ്പലത്തിൽ പൂവും കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചിയും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രേവതി കുഴഞ്ഞു വീഴുകയാണ് ആ മുന്നിൽ തന്നെ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ സങ്കടം തോന്നി. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയെ പൊക്കിയെടുത്തിട്ട് എന്തിനാ രേവതി, നിനക്ക് വയ്യല്ലോ, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ വന്നതെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ടേ ഒരു സ്ഥലത്തിങ്ങനെ ഇരുത്തുകയാണ്. സ്ഥലത്തിരുത്തിയിട്ട് യാതൊരു കാരണവശാലും നീ സങ്കടപ്പെടേണ്ട, നിനക്ക് മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയേര്, നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് ഞാനില്ലേ. ഒരിക്കലും രേവതി നിന്നെ ഞാൻ കൈവിടില്ല. കാരണം എനിക്ക് ചിലപ്പോഴൊക്കെ തെറ്റൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകൾ മൂലം എനിക്ക് പലപ്പോഴും നിന്നെ വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും നിന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നടക്കില്ല എന്നൊക്കെ
സച്ചിയുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ രേവതിയെ. അപ്പോൾ രേവതിയോടുള്ള സച്ചിയുടെ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര സന്തോഷം. കാരണം അമ്മ അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയെ വഴക്ക് പറയുന്നതും രേവതിയെ അടിക്കാനായിട്ട് കൈ ഉയർത്തുന്നതും ഒക്കെയാണല്ലോ അമ്മ കണ്ടത്. അപ്പം സച്ചിയുടെ ഈ ഒരു മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇതേപോലൊരു സ്വഭാവക്കാരനാണല്ലോ സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചി നേരെ രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രംഗമൊക്കെ ഈ ചന്ദ്ര കാണുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ കിളി പാറിപ്പോയി. കാരണം രേവതി ഒരിക്കലും സുഖം അനുഭവിക്കാനായിട്ട് പാടില്ല, സന്തോഷം അനുഭവിക്കാനായിട്ട് പാടില്ല. ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അപ്പം സച്ചി ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സച്ചി, നിനക്ക് വേറൊരു പണിയില്ലതേ, നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോയപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. അങ്ങനെ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട്, നിങ്ങളോട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതേപോലെ തന്നെ സച്ചിക്കും അതൊന്നും സാരമില്ല രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ആശ്വാസപ്പെടുത്തിയിട്ട് ഈ സച്ചി രേവതിയുടെ നെറ്റിയിലിങ്ങനെ മുത്തവും കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രണയം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ ആ പ്രണയം കാണാൻ വേണ്ടിയെ തന്നെയാണ് നമ്മുടെ രവിയും കാത്തിരിക്കുന്നത്. സച്ചിയുടെ മനസ്സ് മാറാനും രേവതിയെ ഒരുപാട് സ്നേഹിക്കുന്നത് കാണാനും ഒക്കെയാണ് രവിയും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ഒന്നായി നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. രവി അതിൽ പരം സന്തോഷമൊന്നും രവിക്ക് ഇനി കിട്ടാനില്ല. പക്ഷേ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുകയാണ്. ഇനി ഇവൾ മാത്രം ജോലി ചെയ്താൽ പോരല്ലോ, അങ്ങനെ ജോലി ചെയ്യാനായിട്ട് ഇവളെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ ഇടക്കിടക്ക് രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി, ഇവിടെ വെച്ച് വിളമ്പുന്നില്ലേ, ഇവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, നീ അടുക്കളയിൽ കയറുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവള് മാത്രമല്ലല്ലോ, വേറൊരു മരുമോളും കൂടി ഉണ്ടല്ലോ, അവരെയും കൂടി കയറ്റ്. അവരെങ്ങനെ കയറ്റുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്നാൽ പിന്നെ നിങ്ങളാരും ഭക്ഷണം കഴിക്കണ്ട, ഇവളിപ്പോൾ എനിക്കും കുറച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കുക, അല്ലാതെ നിങ്ങളുടെ ജോലി മാത്രമായിട്ട് അവൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും അവിടെ പൊളിച്ചെടുക്കുന്ന കുറേ രംഗങ്ങളാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിലും കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.